സ്വന്തം വിശ്വാസത്തിനെതിരാവുന്ന ആഘോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അത് വർഗീയതയാകും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ കേരളത്തിൽ വലിയ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ഒരു സ്കൂളിലൊരു ടീച്ചർ മുസ്ലിം കുട്ടികളോട് അവരുടെ വിശ്വാസത്തിനെതിരാവുന്ന ഒരു ആഘോഷത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറയുന്നു. അതിൻ്റെ പേരിൽ കേസുകളാണ്, വലിയ പ്രശ്നങ്ങളൊക്കെ ആവുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായിട്ടുള്ള വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അവർക്ക് പങ്കെടുക്കാനുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്നത് യഥാർത്ഥത്തിൽ അത് വർഗീയത ആവുമോ? ഇപ്പോൾ ഈ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടി വന്ന സാഹചര്യം ആബിദ് സൂചിപ്പിച്ചു. നമ്മളിവിടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം ടീച്ചർ, മുസ്ലിം കുട്ടികൾ അത് നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരാണ്, അതുകൊണ്ട് നമ്മളതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു വിഭാഗം, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സംഘടന അതിനെതിരെ കേസ് എടുക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. ഇപ്പോൾ ആ ടീച്ചർ പാവം അതിൻ്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മൾ അതിനോട് ചേർത്തി വായിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. എല്ലാവർക്കും അവനവൻ്റെ മതവിശ്വാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഇന്ത്യ എന്ന് പറയുന്നൊരു മതേതരത്വ രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഉൾക്കൊള്ളുമ്പോഴും അന്യരുടെ മതം അത് നമ്മളതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അത് ഇന്ത്യ രാജ്യത്ത് നിന്ന് മാത്രമല്ല, നമ്മൾ ഇസ്ലാമിൻ്റെ തന്നെ നിയമം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ സ്വന്തം വിശ്വാസത്തിനെതിരെ നിൽക്കുന്ന ഒരു ആഘോഷത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നു അല്ലെങ്കിൽ അതിനോട് നമ്മളൊരു എതിർപ്പ് സ്വാഭാവികമായിട്ടും കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തീവ്രവാദം അല്ലെങ്കിൽ വർഗീയത ആകൂല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഈ ടീച്ചറുടെ ഈ വോയിസ് ഭയങ്കര പ്രശ്നമായി. അതേ സമയത്ത് തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, സോഷ്യൽ മീഡിയ വലിയ ഒരുപാട് ഫോളോവേഴ്സുള്ള, കഴിഞ്ഞ വർഷമൊക്കെ ബിഗ് ബോസിലൊക്കെ താരമായിട്ടുള്ള ജാസ്മിൻ ജാഫർ, അവർ ഒരു അമ്പലത്തിൽ, ഗുരുവായൂർ അമ്പലം തോന്നുന്നു, അവിടെ പോയിട്ട് അമ്പലക്കുളത്തിൽ കാലൊക്കെ കഴുകി കൈയൊക്കെ ഇട്ടൊരു റീൽസ് ചെയ്യാം. ഇന്ന് ആ അമ്പല കമ്മിറ്റി ഒരു തീരുമാനം എടുത്തത് ആ കുളം എന്ത് ചെയ്യണം, ശുദ്ധികലാശം ചെയ്യാൻ. അത് അവരുടെ മതത്തിൻ്റെ ആചാരമാണ്. അല്ലെങ്കിൽ അഹിന്ദുക്കളായ ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക്, അതിൻ്റെ പരിസരങ്ങളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച ആ ഹിന്ദുക്കളെല്ലാം അല്ലെങ്കിൽ ആ ഹൈന്ദവരെല്ലാം തീവ്രവാദികളാണെന്ന് നമ്മൾ പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല. മാത്രമല്ല, ഇപ്പോൾ പിന്നെ ഈ ഓണത്തിന് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സംഭവമാക്കിയിട്ട് ഓണം ഒരു കേരളീയ ഉത്സവമല്ലേ, പൊതു ഉത്സവമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഏറ്റവും അടിസ്ഥാനം എന്താണ്? ഹൈന്ദവ മതവിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങളും വിശ്വാസ ദർശനങ്ങളും ഓണത്തിലുള്ളത്. അതുകൊണ്ടായിരിക്കാം ആ ടീച്ചർ എന്ത് ചെയ്തത്, നമ്മൾ മുസ്ലിം കുട്ടികൾ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു വോയിസ് ഗ്രൂപ്പിലിട്ടു. അത് ഗ്രൂപ്പിൽ നിന്ന് ലീക്കായി പോയി, ഭയങ്കര വിവാദമായി. ഇവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ സംഘടന എന്താക്കി, അതിനെ താങ്ങി പിടിച്ച് അത് കേസ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ വിവാദങ്ങളും പൊരിവൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ കേരളത്തിലാണ് ഈ ജാസ്മിൻ ജാഫർ കാലിട്ട കുളം ശുദ്ധി കലശം ചെയ്യാൻ അമ്പല കമ്മിറ്റി തീരുമാനിച്ചത്. പക്ഷേ ഈ അമ്പല കമ്മിറ്റിക്ക് അതിലെന്തില്ല, ഒരു തീരുമാനം, ഒരു പ്രതിഷേധം ഇവിടെ നടത്തണ്ടേ? ഇതേ സംഘടന ഇവിടെ ഉണ്ടല്ലോ, ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മളെ മതം ഉൾക്കൊള്ളുക, നമ്മളെ മതം സ്വീകരിക്കുക, നമ്മുടെ മതത്തിൻ്റെ ആശയങ്ങൾ മുറുകെ പിടിക്കുക. എന്നാൽ അന്യമതസ്ഥരുടെ മതത്തെ, അവരുടെ ആചാരങ്ങളെ ഉൾക്കൊള്ളാൻ, അഥവാ അതിനെതിരെ ഒരു വർഗീയ പരാമർശങ്ങളില്ലാതെ, എന്നാൽ പിന്നെ അത് അവരുടെ ആഘോഷമാണ് അല്ലെങ്കിൽ അത് അവരുടെ മതത്തിൻ്റെ നിയമങ്ങളാണ് എന്ന് അംഗീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മളെന്താ ഈ മതേതരത്വം എന്ന് പറയുക. ഞാനെല്ലാവരും മതം ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞ സംഗതി നടക്കൂല. അപ്പോൾ ഇതിനറിയിക്കാം, നമ്മുടെ നാട്ടിൽ മലയിലേക്ക് പോകാൻ, ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി മാല ഇടുന്ന സ്വാമിമാരുണ്ട്. അവർ 40 ദിവസത്തെ വ്രതം ഒക്കെ പൂർത്തിയാക്കി ശബരിമലയിലേക്ക് അവർ യാത്ര പോവാൻ. അവരുടെ ഒരു തീർത്ഥാടനമാണ്, അവർ പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഈ 40 ദിവസത്തിനെടുക്കുക അല്ലെങ്കിൽ അവരുടെ ആ വ്രതാനുഷ്ഠാന കാലത്ത്, അപ്പോൾ ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിക്കലുണ്ട്, നിങ്ങൾ ഈ മാലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുസ്ലിംസിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ മുസ്ലിംസിൻ്റെ എന്ന് മാത്രമല്ല, പുറത്തുനിന്ന് തന്നെ എന്ത് ചെയ്യൂല, ഭക്ഷണം കഴിക്കൂല. പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഒന്നും ഭക്ഷണം കഴിക്കൂല.
നമ്മളത് അടിച്ചേൽപ്പിക്കുകയാണെങ്കിലോ? നമ്മളെ വീട്ടിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അവർ നിരസിക്കും. അതെ, അവർ പറയും. അത് അവരെ വിശ്വാസപരമായിട്ടുള്ളൊരു അവകാശമാണ് ഇന്ത്യ രാജ്യത്ത്. അതേ രൂപത്തിലാണ് ഇത്തരത്തിലുള്ള ഈ സംഭവം. നമ്മുടെ വിശ്വാസത്തിനെതിരാണ്, വിശ്വാസ കാര്യങ്ങൾക്ക് പലതും എതിരാവുന്ന ചടങ്ങുകൾ ആ ആഘോഷത്തിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ മാറി നിൽക്കുക എന്നുള്ളത് എല്ലാ ഇന്ത്യക്കാരെയും പോലെയും മുസ്ലിങ്ങൾക്കും അവകാശമുള്ളതാണ്. അപ്പോൾ നമ്മളതിലൊക്കെ ശ്രദ്ധിക്കേണ്ട നിലപാട് എന്താണ്, മറ്റു മതങ്ങൾ തമ്മിലുള്ള ഒരിക്കലും അത് എന്ത് ചെയ്യുക, ആ മതലയനങ്ങൾ എന്നുള്ളത് ഒരിക്കലും അസംഭവമാണ്. കാരണം പല ആദർശങ്ങളും പല ആശയങ്ങളും പല വിശ്വാസങ്ങളും തമ്മിൽ യോജിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതെന്ത് ചെയ്യൂല, നടക്കാത്ത സംഗതികളാണ്. എനിക്ക് എൻ്റെ വിശ്വാസം പ്രധാനപ്പെട്ടതുപോലെ തന്നെ എൻ്റെ അയൽവാസി ഒരു ഹിന്ദു ആയ ഒരു അയൽവാസി ഉണ്ടെങ്കിൽ അവനക്ക് അവൻ്റെ വിശ്വാസം അവനക്കത് പ്രധാനമാണ്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബഹുമാനം കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ പറയുന്ന മതേതരത്വം എന്നുള്ള സംഗതി എന്തേ ഉള്ളൂ നമുക്ക് മനസ്സിലുള്ളൂ. അല്ലാതെ നമ്മൾ മതേതരത്വവാദികളാണെന്ന് അറിയാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണ്ട, അതിൻ്റെ ഒരു പുറമൂടിയാണ്, ഒരു വേഷം കെട്ടേണ്ട ആവശ്യമില്ല. ഒരു മതലയനല്ല വേണ്ടത്, മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ അയൽവാസി ഏത് മതക്കാരനായിക്കോട്ടെ ഒരു പ്രയാസത്തിലാണ് പറഞ്ഞാൽ സഹായിക്കാൻ നമ്മൾ മുന്നിലുണ്ടാവണം. ഇപ്പം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, പ്രവാചകൻ പഠിപ്പിച്ചില്ല അയൽപ്പക്ക ബന്ധങ്ങളെക്കുറിച്ച്. അവിടെ ജാതിയും മതം നോക്കണമെന്നൊന്നുമല്ല പഠിപ്പിച്ചത്. അയൽവാസികളോടുള്ള ബന്ധം പഠിപ്പിച്ചെടുത്ത റസൂല് പിന്നെ എത്രത്തോളം വെച്ചാൽ അവരോടുള്ള കടമകൾ വിശദീകരിക്കുന്നിടത്തൊക്കെ അവസാനം എനിക്ക് അനന്തരം കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ റസൂല പറഞ്ഞല്ലോ. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു മുസ്ലിമായ ഒരു അയൽവാസി എന്നോ ഒന്നുമല്ല. ഇപ്പോൾ റസൂലിൻ്റെ ചരിത്രം നമുക്ക് റസൂല മരണപ്പെടുന്ന സമയത്ത് ആയിഷ ബീനെ വിളിക്കുക റസൂല്, ആയിഷ എൻ്റെ സ്വത്ത് എന്താണ് ബാക്കിയുള്ളതെന്നാണ്. അപ്പോൾ ആയിഷ ബി പറയുന്നുണ്ട് ആകെ കുറച്ച് ദീനാറോ ദിർഹം വെച്ചുള്ളൂ, 6 or 7 അങ്ങനെ എന്തോ തോന്നുന്നു. പിന്നെ ഉള്ളതൊരു പടയങ്കിയാണ്. ആ പടയങ്കി എവിടെയുള്ളത്? ഒരു ജൂതൻ്റെ കയ്യിൽ പണയം വെച്ചേക്കാണ്. ഗോതമ്പിന് വേണ്ടി കുറച്ച് ഗോതമ്പ് മേടിച്ച് തിരിച്ചു കൊടുത്ത്. റസൂലുള്ളാഹിക്ക് വേണമെങ്കിൽ എന്താ ചെയ്യുക, ജൂതനോട് ഒരു കമ്പനി വേണമെങ്കിൽ ഒന്നുമില്ല അതൊന്നും ഒക്കെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ. പക്ഷെ അതെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം മനുഷ്യ സൗഹാർദ്ദത്തിന് അങ്ങേയറ്റം വില കൊടുത്ത മതമാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ മതത്തിനെതിരാകുന്ന ബാക്കിയുള്ളതൊക്കെ നമുക്ക് അംഗീകരിക്കാം, വിശ്വാസത്തിനെതിരാകുന്ന ഒരു കാര്യം നമ്മൾ വിട്ടുമാറി വെച്ചിട്ട് വർഗീയവാദിയാകൂല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പല നിലക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എല്ലാവർക്കും വർഗീയത ചാപ്പ കുത്താനും മുത്തറ കുത്താനും നമ്മൾ തയ്യാറാകേണ്ടി വരും. അപ്പം ഇത്തരത്തിലുള്ള കേസ് കൊടുക്കാനും അതിന് മുന്നിട്ടിറങ്ങുന്ന യുവജന സംഘടനകൾ വിചാരിക്കേണ്ടത് ഇങ്ങനെ കേസ് കൊടുക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നത്തിലേക്കാണ്.